പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 നവംബർ മാസം 17 ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു, ഉള്ളം കയ്യിൽ നമ്മളെ വരച്ച് സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും നമ്മളെ കഴിഞ്ഞ പകൽക്കാലം വിടുവിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, എല്ലാവരും ചേർന്ന് നന്ദി പറഞ്ഞാട്ട്, ആരും മൗനമായിരിക്കാതെ കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അതെ, ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, ആമേൻ, ആ അത്ഭുതമായി നടത്തുന്ന കർത്താവിന്, അങ്ങനെ ഫേവറിൽ ഞങ്ങളെ നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് നല്ലത് മാത്രം ചെയ്യുന്ന കർത്താവാകുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. സങ്കീർത്തനക്കാരൻ പറയുക, സങ്കീർത്തനം 81, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ, തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമവാസിയിലും കാഹളമോതുവീൻ. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ഒരുമിച്ച് വീണ്ടും കർത്താവിന് നന്ദി പറയാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തു നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ വലിയ കൃപകളെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് സമാധാനത്തിൻ്റെ പ്രഭു ആകിയാൽ സ്തോത്രം. അങ്ങ് ജീവജലമാകിയാൽ സ്തോത്രം. അങ്ങ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടാകിയാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവൻ ഇന്ന് കുരുട്ട കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അവൻ സത്യം തിരിച്ചറിയാൻ കഴിയാതെ അവൻ ശത്രു കുരുടാക്കി വെച്ചിരിക്കുന്ന കണ്ണുകൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ജീവിക്കുന്നവനെ കാണുവാൻ, ആമേൻ, യേശുവിനെ കർത്താവായി സ്വീകരിപ്പാൻ തക്കണം ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. തകർന്നിരിക്കുന്ന മനസ്സ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സ്വസ്ഥമാകട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവൻ മനോഭാരത്താൽ മനസ്സിന് ഭയങ്കര ഭാരം വന്ന് താങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സമാധാന പ്രഭുവായ യേശു അവരുടെ ഉള്ളിലേക്ക് സമാധാനം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. തെറ്റായ ചിന്തകൾ കാരണം ചിന്തകൾ ഭയങ്കര തെറ്റായ ചിന്തകൾ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് അങ്ങനെ സംഭവിക്കുമോ, എനിക്ക് ഇങ്ങനെ സംഭവിക്കുമോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തകളാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നല്ല ചിന്തകൾ കൊണ്ട് അവരുടെ ഹൃദയം നിറയട്ടെ, നല്ല ചിന്തകൾ കൊണ്ട് അവരുടെ ഹൃദയം നിറയട്ടെ. രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നല്ല ഉറക്കം വരും ദിവസങ്ങളിൽ കൊടുക്കണം. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സ്വസ്ഥമാകട്ടെ. അവർ സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, മറ്റു പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നട്ടല് സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ, നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഇന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ അതിന്മേൽ പരിപൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ സ്വസ്ഥതയും സൗഖ്യവും ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സഭായോഗങ്ങൾ ലോകവ്യാപകമായ ഒരു ഉണർവിന് യേശുവിൻ നാമത്തിൽ മുഖാന്തരങ്ങൾ ഉണ്ടാകട്ടെ. ലോകവ്യാപകമായി ഉണർവിന് മുഖാന്തരങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് നന്ദി. ആമേൻ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ അടുത്ത മീറ്റിംഗ് എന്ന് പറയുന്നത് നാളെയാണ്. നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ്. പ്രത്യേകം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും
അമേൻ. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പങ്കുവെക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മകളെ പറയണം. എന്നിട്ട് അവരോട് പറയണം, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്തു തന്നു, നിങ്ങളും മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്ന് അവരോട് പറയുമ്പോൾ അവരും അതിൽ പങ്കെടുക്കുവാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശം 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം, 2 Timothy chapter number 3 verse 12, 12-ാമത്തെ വാക്യം. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാകും. ആമേൻ. അതായത് യഥാർത്ഥമായി ക്രിസ്തുവിന് വേണ്ടി വാസ്തവമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുണ്ടാകും? അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഉപദ്രവം എന്ന് പറയുന്ന പദം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലല്ല നിങ്ങൾ കാണേണ്ടത്. അതായത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, താൻ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കി, യേശു ക്രിസ്തുവിനെ അറിഞ്ഞ പൗലോസിൻ്റെ ലൈഫിലേക്ക് നോക്കിയാൽ മതി. അപ്പോസ്തലൻ തന്നെയാണല്ലോ തിമോത്തിയോസിനോട് ഇത് പറയുന്നത്. അപ്പോൾ തൻ്റെ ജീവിത അനുഭവങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം പല വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്നത്, അതിനകത്തൊക്കെ നമുക്ക് ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. നമുക്കറിയാം കർത്താവിന് വേണ്ടി നിന്ന സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ സ്തേഫാനോസ് ആ കല്ലെറിഞ്ഞ് തൻ്റെ പ്രാണൻ വിടുന്ന സമയത്ത് സ്തേഫാനോസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. സ്തേഫാനോസ് കാണുക, സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നു, തന്നെ സ്വീകരിപ്പാനായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ പ്രസൻസിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓപ്പൺ ഹെവനകത്താണ് ജീവിക്കുന്നത്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണ് ദൈവവൈതൽ ജീവിക്കുന്നത്. അപ്പോൾ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ, ആത്മാർത്ഥയോടെ ജീവിക്കുമ്പോൾ, യഥാർത്ഥമായി കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, നോ പ്രോബ്ലം, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിനൊന്നും നമ്മളെ ജയിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഈ ലോകത്തിലെ ഒരു പക്ഷേ കർത്താവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ ഭവനത്തിൽ നിറക്കി വിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അവകാശങ്ങൾ ഒരു പക്ഷേ ലഭിച്ച് കാണത്തില്ല. നിങ്ങൾ കർത്താവിനെ അറിയുന്നത് കൊണ്ടും വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുന്നത് കൊണ്ടും ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ പഴയ പോലെ ഫ്രണ്ട്സ് ഉണ്ടാകത്തില്ല. നിങ്ങൾ കർത്താവിനെ അറിയുന്നത് കൊണ്ടും അല്ലെങ്കിൽ ന്യായവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഒരൊറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാകുന്നു. നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രൊമോഷൻ തരാനൊന്നും ഒരു പക്ഷേ ആരും ഇല്ല എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ ഈ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ ചില ഒറ്റപ്പെടലുകളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാകും. പക്ഷേ ഇമ്മാനുവേൽ, യേശു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ഒരു ബോധം വേണം. ലോകം നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും, ലോകം നമ്മളെ ഒറ്റുകൊടുക്കുമ്പോഴും, ലോകം നമുക്ക് എതിരായി സംസാരിക്കുമ്പോഴും നമ്മൾ യേശുവിനെ കാണുവാൻ പഠിക്കണം. സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്തായാലും, താൻ കല്ലെറിയപ്പെടുമ്പോൾ കല്ലിനെയല്ല കണ്ടത്, തൻ്റെ ദേഹത്തേക്ക് വന്നു വീഴുന്ന കല്ലുകളല്ല സ്തേഫാനോസ് ശ്രദ്ധിച്ച്. സ്തേഫാനോസ് തുറന്ന് സ്വർഗം കണ്ടു. ആമേൻ. യേശുവിനെ കാണുവാൻ ഇടവന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അതൊക്കെ തന്നെ നമുക്കും ആമേൻ വിശ്വസിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ സഹോദരങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി, നാട്ടുകാരൊറ്റപ്പെടുത്തി, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നു, ഇതൊന്നും നിങ്ങളെ ബാധിക്കാൻ പാടില്ല. അവൻ വിശ്വസ്തയോട് അന്ത്യം വരെ നിൽക്കുമ്പോഴാണ് ആ ജീവൻ്റെ കിരീടം അല്ലെങ്കിൽ തേജസ്സിൻ്റെ കിരീടം അല്ലെങ്കിൽ വാടാത്ത കിരീടം നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1:29 അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. എന്ത്? ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് എന്ത് നൽകിയത്? അതിനുള്ള കൃപയൂടെ നൽകിയിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി കഷ്ടങ്ങൾ ഏൽക്കുമ്പോൾ സന്തോഷിക്കണമെന്നാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അതായത് കർത്താവിൻ്റെ നാമത്തെ പ്രതി കഷ്ടം അനുഭവിക്കുമ്പോൾ എന്നാ പറയുന്നത്? നമ്മുടെ പ്രതിഫലം വലുതാകുന്നുണ്ട്. ആമേൻ. യേശുവിനെ പ്രതി നിന്ന സഹിക്കുമ്പോൾ ഓർത്തോണം, അതെനിക്ക് കൂടുതൽ പ്രതിഫലത്തിന് കാരണമാകും. യേശുവിനെ പ്രതി നഷ്ടങ്ങൾ വരുമ്പോൾ ഓർത്തോണം, അതെനിക്ക് കൂടുതൽ പ്രതിഫലത്തിന് കാരണമാകും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കഷ്ടങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, ഈ സുവിശേഷത്തെ പ്രതി ഏതെങ്കിലും കഷ്ടതയിലൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ ധൈര്യമായിരിക്കുക. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ പ്രതിഫലമാണ്, വലിയ പ്രശംസയാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുക. ഒട്ടും പിന്മാറിപ്പോകാതെ, ഒട്ടും തളർന്നു പോകാതെ. സ്തേഫാനോസിനെ നോക്കിക്കേ, പൗലോസിനെ നോക്കിക്കേ, അവരൊന്നും തളർന്നു പോയില്ല, പിന്മാറിപ്പോയില്ല. അതുകൊണ്ട് ധൈര്യമായി ദൈവവേദനയെ മുന്നോട്ട് പോവുക. കർത്താവ് ആമേൻ
അത്ഭുതങ്ങളിലൂടെ നടത്തും. അമ്മൻ പൗലോസ് പറഞ്ഞ വേറൊരു പദം കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ. 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ അന്ത്യോക്യയിലും ഇക്യോനോയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത് അതെല്ലാത്തിൽ നിന്നും അപ്പോസ്തലനായ പൗലോസിനെ വിടുവിച്ച കർത്താവ് സഹോദര താങ്കളെയും വിടുവിക്കും, സഹോദരി താങ്കളെയും വിടുവിക്കും, നിശ്ചയമായി വിടുവിക്കും. കർത്താവ് വിടുവിക്കും, നിങ്ങളെ ഒരു മഹത്വമാക്കി മാറ്റും. വിശ്വസിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.